ഇദ്ദേഹം കുറച്ച് സങ്കടത്തിലാണ്. ഇദ്ദേഹത്തിൻ്റെ നിഷിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് അദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്ലയൻസ് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോസസ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അച്ചീവ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ സർക്കിളിൽ ഉള്ള ആളുകളാണിവർ. എന്നാൽ ഇവർ അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ നിഷല്ല, മറ്റെന്തൊക്കെയോ അന്വേഷിക്കുന്നവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ക്ലയൻസ് അല്ലാത്തവരാണ് ഇവിടേക്ക് വരുന്നത്. അതായത് അവിടെ വന്നിരിക്കുന്നവരെല്ലാം റോങ് പ്രോസ്പെക്ട്സ് ആണ്. അദ്ദേഹം തൻ്റെ പുതിയ ആഡ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ഇതൊരു നോർമൽ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. പഴയ പരസ്യം മാറ്റി പുതിയ പരസ്യം സോഷ്യൽ മീഡിയയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ പോലെ വേറെയും കൺസൾട്ടന്റുമാർ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രോസ്പെക്ട്സിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ക്ലയന്റ് ആവാൻ സാധ്യതയില്ലാത്ത ആളുകളിലേക്കാണ് ഈ പരസ്യങ്ങൾ കൂടുതലായും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള ആളുകളെക്കാൾ കൂടുതൽ ആവശ്യമില്ലാത്ത ആളുകളാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയ്ക്ക് വരുന്നത്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം കാണുന്നു. അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പരസ്യമാണെന്ന് മനസ്സിലാക്കി അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ നിഷ്ക്ലാരിറ്റി വരുത്താനായി ഒരു ഇൻഡെപ്ത് കൺസൾട്ടേഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് ആ പരസ്യത്തിൽ ചോദിക്കുന്നത്. നിങ്ങളുടെ നിഷിനെ വ്യക്തമായും മനോഹരമായും ദൃശ്യവൽക്കരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏറ്റവും എഫക്റ്റീവായി നിങ്ങളുടെ നിഷിനെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? റൈറ്റ് പ്രോസ്പെക്ട്സിനെ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു സർവീസാണ് ഗയാഹുഡിന്റെ പ്രോസ്പെക്ട് മാഗ്നറ്റ് വീഡിയോ എന്നാണ് അദ്ദേഹം കാണുന്ന പരസ്യം. അദ്ദേഹം ബുക്ക് എ കൺസൾട്ടേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗയാഹുഡ് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് പ്രോസ്പെക്ട് മാഗ്നറ്റ് വീഡിയോ ചെയ്യാനായി എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഗയാഹുഡിന്റെ കൺസൾട്ടന്റ് അദ്ദേഹവുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്നു. ആ കൺസൾട്ടേഷനിലൂടെ അദ്ദേഹത്തിന്റെ നിഷിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ നിഷിൽ കൂടുതൽ ക്ലാരിറ്റി വരുത്തി അതിന്റെ കോർ എടുത്ത് അതിൽ സിംപ്ലിഫൈ ചെയ്ത് സമഗ്രമായ ഒരു അനിമേഷൻ വീഡിയോ ആക്കി എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. അങ്ങനെ ആ നിഷിനെ സമഗ്രമായി വിഷ്വലൈസ് ചെയ്ത് ഒരു അനിമേഷൻ വീഡിയോ ആയി പുറത്തേക്ക് വരുന്നു. ഇതാണ് പ്രോസ്പെക്ട് മാഗ്നറ്റ് വീഡിയോ അല്ലെങ്കിൽ അൺനോൺ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന വീഡിയോ. അദ്ദേഹം ഒരു കോൺഫിഡൻസ് കോച്ചായിരുന്നു. അതുപോലെ ഒരു റിലേഷൻഷിപ്പ് കൺസൾട്ടന്റ് ഈ പരസ്യം കാണുന്നു. അദ്ദേഹവും ഈ സർവീസ് എടുക്കുകയും കൺസൾട്ടേഷൻ ലഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ നിഷും ക്ലാരിഫൈ ചെയ്ത് പ്രോസ്പെക്ട് മാഗ്നറ്റ് വീഡിയോ തയ്യാറാക്കി ആ പരസ്യം സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാ കൺസൾട്ടന്റുമാരിലേക്കും ട്രെയിനേഴ്സിലേക്കും ഈ പരസ്യം എത്തുന്നു. ചിലരൊന്നും ഈ സർവീസ് എടുത്തിട്ടില്ല.
പ്രോസ്പെക്ട് മാഗ്നറ്റിക് വീഡിയോ സർവീസ് എടുക്കുന്നതിലൂടെ ഓരോ കൺസൾട്ടന്റിനും അവരുടെ നിഷിനെ കുറിച്ച് ഇൻഡെപ്തായി സംസാരിക്കാൻ ഒരാളെ കിട്ടുകയും അതിലൂടെ അവർക്ക് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ പ്രോസ്പെക്ട്സിനെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ കൃത്യതയോടെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നു. ഈ പ്രോസ്പെക്ട്സിന് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് അവർ അന്വേഷിക്കുന്ന കൺസൾട്ടന്റിനെയോ കോച്ചസിനെയോ ട്രെയിനേഴ്സിനെയോ കൂടുതൽ കൃത്യതയോടെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുകയും അവരുടെ സോഷ്യൽ മീഡിയ സർക്കിളിൽ എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ കൺസൾട്ടൻസിന് അവരുടെ ക്ലയൻസിന്റെ കൺവേർഷൻ റേറ്റ് വളരെയധികം ഉയരുന്നു.